കൊടും ക്രിമിനലായ സീരിയൽ കില്ലറായ ഒരാളെ കഥ ഹദീസുകളിൽ പറയുന്നുണ്ട്. അഥവാ 99 കൊലപാതകങ്ങൾ ചെയ്ത ഒരു സീരിയൽ കില്ലർ, ഗോവിന്ദച്ചാമിയെ പോലെയോ അല്ലെങ്കിൽ റിപ്പറിനെ പോലെയുള്ള സീരിയൽ കില്ലർ അല്ല, 99 കൊലപാതകങ്ങളാണ്. അദ്ദേഹത്തിന്റെ സുപ്രഭാതത്തിൽ മാനസാന്തരം വരികയാണ്. ചെയ്തു പോയതിൽ ഒരു ഖേദം. വന്ന ഉടനെ അദ്ദേഹം ഒരു ആശ്രമവാസിയുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട്, എനിക്ക് നന്നാവാൻ ചാൻസ് ഉണ്ടോ? ഞാനിതാ 99 കൊലപാതകം ചെയ്തു പോയി. ഇത് കേട്ട ഉടനെ ആശ്രമവാസിയായ മനുഷ്യൻ അദ്ദേഹത്തോട് പറയാണ്, നിനക്കിനി ഒരിക്കലും മാപ്പില്ല. നീ ചെയ്തത് എത്രയേറെ ക്രൂരമായ കൊലപാതകങ്ങളാണ്, തെറ്റാണ്. അതുകൊണ്ട് നിനക്കൊരിക്കലും ഒരു നന്നാവാനൊരു ചാൻസ് ഇല്ല എന്ന് പറഞ്ഞതും ഇത് കേട്ട ആ കൊലപാതകിയായ മനുഷ്യൻ അയാളെയും കൂടി കൊല്ലുകയാണ്. ദേഷ്യം, അയാളുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു ദേഷ്യത്തിൽ അയാളെ കൂടി കൊന്നുകൊണ്ട് 100 കൊലപാതകങ്ങൾ പൂർത്തിയാക്കുകയാണ്. അദ്ദേഹത്തിന് വീണ്ടും മനസ്സിൽ കുറ്റബോധം, ഈ കുറ്റബോധം ഇങ്ങനെ നിറയാണ്, എനിക്ക് നന്നാവണം, ചെയ്തു പോയതൊക്കെ തെറ്റാണ്, വലിയ തെറ്റാണെന്ന ബോധ്യം അയാൾക്കുണ്ട്. എന്നിട്ട് അയാൾ നന്നാവണം എന്ന ചിന്തയോടെ വീണ്ടും അന്വേഷിച്ചുകൊണ്ട് ചെന്നെത്തിയത് ഒരു ആലിമായ ഒരു മനുഷ്യന്റെ അടുക്കലേക്കാണ്. പണ്ഡിതനായ ഒരു മനുഷ്യൻ. അയാളുടെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് അയാളുടെ വിഷയങ്ങൾ പറഞ്ഞു. ഈ വിഷയം ബോധിപ്പിച്ചപ്പോൾ ആ പണ്ഡിതനായ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത്, തീർച്ചയായും നിനക്ക് മാപ്പുണ്ട്. കാരണം നീ ഖേദിച്ച് മടങ്ങിയവനായതുകൊണ്ട് തന്നെ നിനക്ക് നന്നാവാൻ ഉള്ള അവസരം അള്ളാഹു താല തരുന്നുണ്ട്. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവേണ്ട എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നിനക്ക് മാപ്പുണ്ട്, നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ഇപ്പോൾ താമസിക്കുന്ന നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക്, നല്ലവരായ ആളുകൾ ജീവിക്കുന്ന മറ്റൊരു നാട്ടിലേക്ക് നീ പോകണം. അവിടെ അവരോട് കൂടെ നീ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പണ്ഡിതൻ ഈ 100 കൊലപാതകം ചെയ്ത് ഈ മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. അയാൾ സന്തോഷത്തോടുകൂടെ, നന്നാവണമെന്ന ചിന്തയോടുകൂടെ, ഇനി ഒരിക്കലും തെറ്റുകൾ ചെയ്യില്ല എന്ന ബോധ്യത്തോടുകൂടെ ആ നാട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുകയാണ്. മരണപ്പെടുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റഹ്മത്തിന്റെ മലക്കുകളും അദാബിന്റെ മലക്കുകളും അഥവാ ശിക്ഷയുടെ മലക്കുകളും വന്നുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. റഹ്മത്തിന്റെ മലക്കുകൾ പറയുന്നത് ന്യായം, ഇയാൾ നന്നാകാൻ വേണ്ടിയിട്ട് എല്ലാ തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ചുകൊണ്ട് നന്നായ ആളാണ്, അതുകൊണ്ട് ഇയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം, അതുകൊണ്ട് ഇയാൾ സ്വർഗാവകാശിയാണ് എന്നാണ്. എന്നാൽ അദാബിന്റെ മലക്കുകൾ, ശിക്ഷയുടെ മലക്കുകൾ പറയുന്ന ന്യായം, അവർ പറയുന്നത് ഇയാൾ ജീവിതത്തിൽ ഒരു ഒറ്റ നന്മ പോലും ഇയാൾ ചെയ്തിട്ടില്ല, പേരിന് പോലും ഒരു സൽക്കർമ്മം ഇയാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഒരിക്കലും ഇയാളില്ല, ഇയാളെ കൊണ്ടുപോകേണ്ട സ്ഥലം നരകമാണ് എന്നാണ്. അങ്ങനെ രണ്ടു കൂട്ടരും പരസ്പരം തർക്കമാകുന്നതിനിടയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയച്ചുകൊണ്ട്, മനുഷ്യരൂപത്തിൽ ഒരു മലക്കിനെ അയച്ചുകൊണ്ട് പരിഹാരം നിശ്ചയിക്കുകയാണ്. പരിഹാരം എന്താന്ന് വെച്ചാൽ, ഇയാൾ പുറപ്പെട്ട നാട്ടിൽ നിന്ന്, അതായത് ഇയാളുടെ നാട്ടിൽ നിന്നും വന്ന ദൂരവും ഇനി ഇയാൾ ഇയാൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടേണ്ട നാട്ടിലേക്കുള്ള ആ ദൂരവും തമ്മിൽ അളക്കുക. ഏതാണ് ഏറ്റവും അടുത്തത്, അതിലേക്ക് നിങ്ങൾ മുൻതൂക്കം നൽകുക എന്ന് അളവ് നോക്കുമ്പോൾ ഇയാൾ നന്നാകാൻ ഉദ്ദേശിച്ച് എത്തിപ്പെടേണ്ട ആ നാടിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഇയാൾ സ്വർഗാവകാശിയായി തീരുകയാണ്. ഹദീസിൽ ഈ പറഞ്ഞ ചരിത്രം നൽകുന്ന വലിയ